ഗെയിം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു സ്കേറി ഹോബിയാണ്. ടോബീസ് ഓഫ് ഹോസ്പിറ്റൽ സ്കേറി ഹോബി എന്ന് പറയുന്ന ഈ ഗെയിമാണ് ഗെയിംസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോണത്. ഓക്കെ, നമുക്ക് ഗെയിം നേരെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. എനിക്ക് ജലദോഷമാണ്, അതുകൊണ്ട് ശബ്ദത്തിൽ എന്തെങ്കിലും മാറ്റി ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ഓക്കെ, ടോബീസ് ഹോസ്പിറ്റൽ സ്കേറി ഹോബി എത്രത്തോളം പേടിപ്പെടുത്തുന്ന ഗെയിം ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. നല്ല പേടിപ്പെടുത്തുന്ന ഗെയിം ആയിരിക്കും. ഓക്കെ, you are being looked inside the evil doctor's hospital. You must find a way. അവിടെ വരെ ഞാൻ വായിച്ചുള്ളേ. നീട്ട് എവിടെ വായിക്കാലോ. ഇനി പോവാ. അതിപ്പോ ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടാനോ തോന്നുന്നു. ഇവിടുന്ന് പോകണം. ഇവിടുന്ന് കീയോ എന്തോ അത് ഇവിടെ എഴുതി വെച്ചിട്ട് എക്സിറ്റ് ഡോർ. എക്സിറ്റ് എന്നേ ഉള്ളൂ, ഡോറൊന്നുമില്ല. ഇത് എങ്ങനെ ഇവിടുന്ന് ടോബീസ് ഹോസ്പിറ്റലാണ്. ഇത് എന്ത് സ്കേറി ആയിരിക്കും, എനിക്കൊരു പിടിയില്ല. ഇതിപ്പോ എങ്ങനെ പോണം ഞാൻ? ഈ മേലത്തെ ഈ രണ്ട് സ്ഥലങ്ങൾ കളിക്കാൻ കാണാൻ പറ്റും. ഇതൊന്ന് ഈ വഴിയായിരിക്കും മിക്കവാറും. ഇവിടെ ഞാൻ ഡോർ തുറക്കാൻ പോകാട്ടോ. ഓക്കെ, ഇവിടെ തുറന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഒന്നും കാണാനില്ലല്ലേ. ഇവിടെയാണ് തോന്നുന്നു ഹോസ്പിറ്റൽ. എവിടെ പോണത് ഞാൻ? അപ്പൊ ഇവിടെ തുറക്കുകയാണെങ്കിൽ ഇവിടെ വേറെ വഴികളുണ്ട് ഇട്ടേ. ഓക്കെ, അപ്പൊ ഈ കീ എടുക്കാം നമുക്ക്. ഇത് അയ്യോ പിടിക്കാൻ വരണേ. അമ്മേ അയ്യോ പിടിക്കാൻ വരണേ. അവക്കൊരു പേടിയില്ല. നീ കീ എടുത്തല്ലേ, പിന്നെ എന്തിന് അവിടെ തന്നെ കയറി നിൽക്കാണ്. നീ എന്നാൽ ഈ കീ തള്ളി പിടിക്കട്ടെ. അങ്ങോട്ട് ഇവിടെ കയറി നിൽക്കാണ്. ഇങ്ങോട്ടാണോന്ന് അറിയത്തില്ല. ആ എക്സിറ്റ് ഡോർ വരെയല്ലെന്നോ ഈ കീടെ. ഓ ഭാഗ്യം, ആ ഭ്രാന്ത സാധനം പോയി. എന്റെ ഭാഗ്യം. ഇനി ഏത് ഇവരെ ആയിരിക്കില്ലേ. ഞാൻ എല്ലാ വഴികളും കണ്ടുപിടിക്കുന്നു. അയ്യോ ഇവിടെ പാതാളോ. ഇവിടം വരെ ഇനി കൊറേ എണ്ണം ചത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ കൂട്ടത്തിൽ ഞാനും ചത്തു. എന്ത് ശിക്ഷ ഇത്. കൊള്ളാം. നെക്സ്റ്റ് ഇപ്പുറത്ത് ചാവരുത് എന്ന് പറഞ്ഞാൽ നിന്റെ ഞാൻ പറഞ്ഞു ചാവല്ലടാ. നിന്നോട് ഞാൻ പറഞ്ഞു ചാവരുത്. ചത്താൽ എനിക്കും കൂടെ പണിയാവും. Would you like to buy super speed? No. ഇതൊന്നും വേണ്ട, എനിക്ക് ജയിച്ചാ മതി. അത്ര ഉയരത്തുനിന്ന് ചാടണ്ടായിരുന്നല്ലേ. അടുത്ത വർഷം കളിക്കുമ്പോ സൂക്ഷിച്ച് മുന്നോട്ട് വെക്കണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അപ്പുറത്തൊന്നും ചത്തു. ഇന്ന് ഞാൻ ഈ ലെവൽ കൊണ്ട് 1 മണിക്കൂർ ഇവിടെ കിടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുവായത്? ഞാൻ പറഞ്ഞ എന്റെ തോട്ട് ശരിയാട്ടാ. ഇനി 1 മണിക്കൂർ ഇവിടെ തന്നെ ഞാൻ കിടക്കും. എനിക്ക് ലോകവാ അവിടെ മാറി. യവന്മാരൊക്കെ ചത്തൊടുങ്ങി. നിങ്ങൾ ചത്തു പോകുമ്പോ പണ്ടാര അവന്മാര് തിരിച്ച് റിപ്ലൈ തരും. ഇപ്പൊ നീ ചത്ത് പണ്ടാരാണ് കൂടെ തെണ്ടിയെന്ന് പറഞ്ഞു. അവിടെയല്ലേ എനിക്ക് വഴി അടുത്തന്നു. അതുകൊണ്ട് സുരക്ഷിതം കുറെ ഇവിടെ സ്റ്റക്ക് എന്നല്ല, അവളിവിടെ സ്റ്റക്കായി പേടിച്ച് ഭയന്ന് ഇവിടെ പിടിച്ചു നിന്നോണ്ടിരിക്കുക. നിങ്ങൾ ഒരുത്തിനെ കണ്ടില്ലായിരുന്നു ഇവിടെ സൈഡിൽ നിന്നോ പിടിച്ചു നിന്നത്. അങ്ങനെ പറയണം. അവളിപ്പ അവളാണെന്ന് തോന്നുന്നു. എന്റെ ബാക്കിൽ എടുത്ത് നിന്നത് നിങ്ങൾ കണ്ടില്ലേ? അവളാണെന്ന് തോന്നുന്നത്. അവള് ചത്തതാണെന്ന് തോന്നുന്നു. ചത്തിട്ട് അവിടെ നിന്ന് കളി തുടങ്ങിയതാണ് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് കമന്റ് ചെയ്യും. പള്ളികൾ തുടങ്ങാമേ. ഞാൻ പേടിച്ചു പോയാലോ, വീണ് താഴെ പോവും. എനിക്ക് പെട്ടെന്ന് വേറെ ലെവലിലോട്ടെത്താം. അടുത്ത ഞാനിങ്ങോട്ട് കേറിയിട്ടുണ്ട്. അപ്പൊ ഏത് മണ്ണി കയറണ്ടയോ? ഇത് കയറാട്ടോ അവിടെ. എന്തിനു ഊമ്പോ ഞാൻ നഖം ഒത്തിരി നേരത്തേക്ക് മാറ്റി വേണ്ടി. ഭാഗ്യം ഇവർക്ക്. ഇവിടെ എന്താണ് ഇവിടെ വഴി കാണിച്ചിട്ടുണ്ട് സിമ്പല്. ഇവിടെ ലേസറാണ് ഗേസ്. സ്വിച്ച് അവിടെ ഇല്ലേ, നമുക്ക് ഒരു സ്വിച്ച് കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാം. നമുക്ക് പണ്ടാരം എന്റെ പുറകെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞെക്കില്ലെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്തിനു ചെയ്യും? ഇപ്പൊ ഇവിടെ നിന്ന് കളി തുടങ്ങാനുണ്ടാവില്ലേ?
ഇവിടെ നിന്ന് നേരെ പോയി നിൽക്കാൻ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്തിരുന്നു. ഓ തുറന്നു, സാധനം തുറന്നു. എന്തിനു നീ ഇപ്പോഴും വന്നിരുന്നോ? സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്തതാണ് പിടിച്ച്. സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്തില്ല, പക്ഷെ സ്വിച്ച് ആക്ടിവേറ്റഡാ. ഓക്കേ, ഇവിടെ എവിടെയോ ഉണ്ട്. അയ്യോ, പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് സ്ഥലത്ത് നോക്കി വന്നിരിക്കുകയാണ് പണ്ടാരം. എന്തിനാണ് ഞാൻ പക്ഷെ സ്വിച്ച് ഇപ്പൊ ഗ്രീനാണ്. ഞാൻ സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ? ആ ആക്ടിവേറ്റ് തുറന്നു. ലേസറും പോയി. അങ്ങനെ അവരിപ്പോ എവിടെ നിൽക്കണം അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒള്ളി വിന്നിങ്സ്. ഇവിടെ ആരെ കൊല്ലണോ? എനിക്കത് ശബ്ദം കേൾക്കാൻ പറ്റുന്നേ. സൗണ്ട്, ഈ ശബ്ദം കേൾക്കാൻ നീ ആരെയും കൊല്ലണം. എനിക്ക് തുറന്നിട്ട് എനിക്കൊന്ന് കിട്ടിയല്ലോ. ഇത് എന്ത് സാധനം? എടുത്ത് എന്തോ വലിയ ശബ്ദമാണ്. ഇത് അന്നേരം പേടിയാവുന്നത്. എന്തൊരു ശബ്ദം? ശരി. ഇവിടെ സോംബികൾ. എനിക്ക് കൊല്ലാൻ പറ്റും നിങ്ങളെയൊക്കെ. അയ്യോ, അവന്മാരെ കൊല്ലുന്നതിനും കാട്ടി ഞാൻ ചാവുമെന്നാണ് തോന്നണത്. സത്യം. ഇനി വീണ് എന്റെ കയ്യിൽ ആക്സ് ഇല്ലേ. ഞാൻ പോയി ഈ കഥ ഒന്നല്ലേ കിട്ടിയേ എനിക്ക് ആക്സ്. ശരിയാ, ശരി. ഈ കഥ ആക്സ് എടുത്തു. ഈ സൂക്ഷ്മതയോടുള്ള നീക്കങ്ങൾ, നമ്മുടെ ഇന്ന് സൂക്ഷ്മതയോടുള്ള നീക്കങ്ങൾ. ജലദോഷം കാണാൻ എനിക്ക് വഴങ്ങി കളിക്കാൻ പറ്റുന്നു. പോടാ, നിന്നെ എനിക്ക് കൊല്ലണം. എടാ, എന്നെ കൊല്ലല്ലേ. നീയൊക്കെ ഒന്ന് ചത്ത് കിട്ടിയാ മതി, എന്നെ കൊല്ലണ്ട. കടിച്ചില്ലാണെന്ന് തോന്നണ്. പുതിയതായിട്ട് കളിക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന ഓന്തന്മാര്. എനിക്ക് തോന്നാൻ എനിക്കത് കളിക്കരുത്. നമുക്കതൊക്കെ കളിക്കാൻ അറിയില്ല. കളിക്കാൻ അറിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളുടെ തോട്ടി കിടക്കണം. അതായത് നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ നോക്കിയിട്ട് എന്മാര് വരുന്നു. ഓക്കെ, ഇനി നമുക്ക് തട്ടാൻ പറ്റുന്നില്ലല്ലോ. എന്നിട്ട് എങ്ങനെ തട്ടില്ല? ഓക്കെ, തട്ടി തട്ടി തട്ടി. അമ്മേ നമുക്ക് എനിക്ക് മനസ്സിലായി. നമുക്ക് പ്രത്യേകത്തെ ഒരു വഴി കാണിച്ചിട്ടുണ്ട് ഗെയിമില്. എനിക്ക് മനസ്സിലായി. ഇനി എന്തോന്ന് ഒരുത്തിയുടെ തലയല്ലേ ഇത്? വെറുതെ അതിന്റെ ഇവിടെ കയറിയിരിക്കണം. നോക്കട്ടെ. എനിക്ക് കയറാൻ പറ്റത്തില്ല. ശരിക്കും കയറാൻ പറ്റില്ല. എന്നാലും ഞാൻ ആക്സ് കൈ പിടിക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് വേദിയിലോട്ട് പോകാം. ഓക്കെ, ഭയാനകമായ നീക്കങ്ങളാണ് ഇനി ഇവിടെ കാണുന്നത്. അയ്യാ എന്തൊരു സ്പീഡ്! എന്റെ കളിയിൽ സ്പീഡ് പറയാൻ പാടില്ല. അത് മോർ മസ്റ്റിംഗ് തിങ്സ്. എന്റെ ഹെൽത്ത് ആകെ ഇച്ചിരി പൊടിക്കുള്ളായിരുന്നു. ഭാഗ്യം ഞാൻ കൊന്നു. ഇച്ചിരി പൊടിക്കണ്ടോ നിങ്ങൾക്ക്? ഇച്ചിരി പൊടിക്കായിരുന്നു. റെഡ് ഇച്ചിരി പൊടിക്കെന്ന് പറഞ്ഞാൽ ഇച്ചിരി പൊടിക്കെങ്കിൽ നമ്മളാ ഹോളിൽ കൂടെ ചാണായിരിക്കും. അങ്ങനെ തന്നെ ഇച്ചിരി ഹോളിൽ കൂടെ. പക്ഷെ അവിടെ എന്തിനാണ് ഇങ്ങനെ വഴി ഇട്ടേക്കണം? നമുക്ക് പോയി നോക്കാം. ഇവിടെ വഴി ഇട്ടിട്ടുണ്ട്. ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഓ, അതിൽ കൂടെ ചാഴയൊന്നും തോന്നില്ല. വേറല്ലേ യൂസ് ലാവയാണ്. ഭാഗ്യം ലാവയല്ലത്. എങ്ങനെ പോണം? ഇവിടെ ആരോസ് വിടുന്നുണ്ട്. എന്തോ ആരോ ഇടുന്നു. ആരോ ഇത് അമ്പാണ്. അമ്പ് ഇവിടെ ഏത് ഹീറോ ആണ് കിട്ടി. ഇനിയിപ്പോ ഇവിടെ പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഈ വഴി തന്നെ ഭാഗ്യവശാലുള്ള വഴി. നമ്മൾക്ക് തിരിക്കാൻ. ഓ, ആ വഴി തുറന്നു. പക്ഷേ ശരിക്കും ചെറിയൊരു ഹൊറർ ഗെയിം തന്നെയാണ്. ഇതൊക്കെ പുല്ലല്ലേ? പുല്ലെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ചപ്പ്
തറക്കറി ചത്ത് എനിക്ക് ചാവണം. എനിക്കൊന്ന് ഗെയിമിൽ വിജയത്തിലോട്ട് എത്തിയാൽ മതി. അതാണ് എന്റെ ത്രില്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. എനിക്ക് അയ്യോ അതിൽ തട്ടിയാലോ ഔട്ടാവും അല്ലേ? ഞാൻ വിചാരിച്ചു ഈ റോബോസ് കളിക്കുമ്പോഴേ തട്ടുമ്പോ നമ്മളിങ്ങനെ തട്ടുമ്പോ നമ്മളിങ്ങനെ സൈഡിൽ കൂടെ അങ്ങ് ആയി താഴോട്ട് പോവാന്നാ വിചാരിച്ച്. തട്ടുമ്പോ ഔട്ടാവൂന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അത് ഒട്ടും വിചാരിക്കാത്ത സംഭവം നടന്നേ. തട്ടുമ്പോ ഔട്ടാവൂന്ന് ഞാൻ വിചാരിച്ചൊന്നുമില്ല. ഇനി എന്തായിരുന്നു സ്വപ്ന ലോകമായത്? ഇവനുണ്ട് നമ്മളെ പോലത്തെ ഒരു മാന്ത്രിക സ്വപ്ന ലോകം. ഇനി എങ്ങാനും ഇങ്ങനെ കളിച്ച് അമ്മച്ചി എനിക്ക് വയ്യാളിയുടെ തോരി തൊപ്പിയിടാണ്. എന്ത് കാണിക്കണോ ഞാൻ? ഇനി എനിക്കൊരു വഴി കണ്ടുപിടി ശേഷം അങ്ങനെ ഇങ്ങനെ നോക്കിയാൽ നടക്കത്തുള്ളൂ. അവന് കയറി കിട്ടിയില്ല കേട്ടോ. ഓക്കെ 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 ഇങ്ങനെ പോവാ. ഓക്കെ ഓക്കെ എനിക്കൊന്നും കാണാൻ പറ്റില്ല. ഞാനെങ്ങനെ എത്തി ആ ഭയാനകമായ നീക്കങ്ങളിലൂടെ ഞാൻ രണ്ട് വഴിയുണ്ടല്ലോ. എനിക്കാണ് ഈ വഴിയാണ്. ആ ഒരു കെണി വെച്ചിട്ടുണ്ട്. ഇവിടെ കെണി വെച്ചിട്ടുണ്ട്. രണ്ട് വഴികളുണ്ടല്ലോ. ഇവിടെ എന്താ കഴിച്ച് അതെ ഒരുത്തനെ പിടിച്ചിട്ടേക്കാണ് സെല്ലില്. ഞാൻ ജയിച്ചിട്ട് നിന്നെയൊക്കെ പോലീസിനെ കൊണ്ടുവന്ന് രക്ഷിക്കാടാ. അവിടെ കേടാ ഇപ്പൊ തൽക്കാലം. ഇത്രയും ഉണ്ടാവില്ലല്ലോ അഹങ്കാരം. ജയിച്ചു പൊക്കൂടെ എന്നെ കണക്ക്. എനിക്ക് ജയിച്ചാലും കൂടുതൽ ഹെൽത്ത് ഉള്ളോട് ഞാൻ ഓക്കെ ഇനി എന്നാണെന്ന് തോന്നുന്നു കറക്റ്റ് വഴി. കാരണം ഞാൻ നന്നായിട്ട് നീക്കങ്ങളിലോട്ട് ശബ്ദമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന് കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണം. അവന് വേണ്ടി നമ്മൾ എത്ര എസ്കേപ്പ് ആയിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ട് വന്ന് ഈ ഫാക്ടറി പൊക്കണം. അതേ ഉള്ളൂ. അതാണ് എന്റെ മനസ്സിൽ. അയ്യോ സെവനാണ്. അയ്യോ ഇതെന്താണ്? അയ്യോ എന്തിനാണ് ചാടിപ്പോ? ഇത് എനിക്കിപ്പോ തോന്നുന്നത് ഒട്ടും ഫസ്റ്റ് ചെയ്യുന്നു. ബാക്കിൽ ഉണ്ടാകാൻ പറയത്തില്ല എനിക്ക്. എന്താണ് സ്ലോ? ഇപ്പൊ നേരത്തെ ഓടുമായിരുന്നു ഞാൻ. പയ്യെ എങ്ങനെയായിരുന്നു നേരത്തെ ഓടും. ഡോറ് എന്റെ അടിയിൽ സാധനം കണ്ടു ഞാൻ. സ്റ്റെപ്പ് ഇവിടെ പൊട്ടിക്കിടക്കുന്നൊന്നും കാണാൻ പറ്റും. എനിക്ക് നല്ല തേർഡ് പേഴ്സൺ അല്ലേ? എന്താ ഫസ്റ്റ് പേഴ്സൺ തേർഡ് പേഴ്സണൊക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞു പൊട്ടോ ഇല്ല. ഭാഗ്യം പൊട്ടൂല്ലത്. ഇത് പൊട്ടൂന്ന് തോന്നാണ്. ഭാഗ്യം പൊട്ടിയില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണാം. തോടാ അയ്യോ കേറി കേറിക്കോടാ ഇങ്ങോട്ടൊക്കെ. ഓ ഈ വഴി അല്ലാത്ത ഇപ്പുറത്ത് കൂടെ കാണണം. ഇപ്പുറത്ത് കൂടെ അതാണ് കേറാത്തത്. ഓക്കെ കേറി. We have to pull the lasers get through. Okay. പുള്ളി ചെയ്യണം. ഞാൻ എന്ത് പുള്ളി ചെയ്യാനാണ്? ഞാൻ ഇങ്ങനെ ചാടി പോകത്തേ ഉള്ളൂ. പുള്ളി ചെയ്യൂലേ? ഞാൻ പുള്ളി ചെയ്യത്തില്ല. ചാടി പോകാത്ത ഞാൻ പുൾ ചെയ്യില്ല. ഇവിടെ എന്താണ്? ഇവിടെ എന്തുവാ? ഇവിടുന്ന് ഞാൻ എത്തിയിട്ടുണ്ട്. ഇതെന്തിനാ? എനിക്ക് ഫാക്ടറി കംപ്ലീറ്റ് ചെയ്യാൻ കൊള്ളാല്ലേ? പുള്ളാക്കി ഇങ്ങനെ പുള്ളാക്കുന്നതാണ്. പുള്ളാവുന്നില്ലേ? പുള്ളാണ് പുള്ളു. ആ ഇനി പുള്ളി ചെയ്യാം. പുള്ളാവുന്നത് കണ്ടാൽ ഞാൻ പുള്ളൊന്നും ചെയ്യാൻ ഞാൻ പോവാം. ഇവിടെ എന്തായാലും എനിക്ക് ഓണം ഈ സീ വഴി അല്ലെന്ന് തോന്നുന്നു. ഞാനിപ്പുറത്ത് വന്നപ്പോൾ കണ്ടോ ഈ വഴിയാണെന്ന്. ഓ അവിടെ ആ ഒരു വടി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. ഓ ഇവിടെ ഒന്ന് എന്നെ പറയുകയാണെങ്കിൽ അത് വളരെ മോശമാണ്. ഇതൊക്കെ എന്താ ഓരോരോ ഇതാണ് അഭിപ്രായം പറയും.
അത് ചൂരയാവും. ലേസറിന്റെ ഇടയിൽ വീണ ചാവൂല. അപ്പൊ എങ്ങനെയെങ്കിലും മലയേറി പോവാല്ലേ. പക്ഷെ ഇവന്മാര് വീണാല് ഈ ഗെയിമിൽ നമ്മളെ തോപ്പിക്കും. വൺ മോർ. ഓ, വൺ മോർ എന്ന് പറയുന്നത് നമ്മൾ അപ്പുറത്ത് കൂടെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യണമെന്ന് തോന്നാണ്. ഒരെണ്ണം കൂടി നമ്മള് അവിടെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യണം, അല്ലാതെ അവിടെ വഴി കാണില്ല. ഞാൻ ആക്ടിവേറ്റ് ചെയ്യാൻ ഇനി പൊന്നു. അവിടെ എഴുതി കാണിച്ചില്ലേ വൺ മോർ എന്ന്. അപ്പൊ നമുക്ക് ഇവിടെ ഒരെണ്ണം കൂടി മിക്കവാറും ആക്ടിവേറ്റ് ചെയ്യാൻ ഉണ്ടാകും. എനിക്ക് ഒട്ടും ചാവുന്ന ഇഷ്ടമല്ല, പറഞ്ഞാൽ തന്നെ. എനിക്ക് വിജയത്തിലോട്ട് പോകണം ഇഷ്ടം. ഒരു പ്രാവശ്യം ഒരു 100 പ്രാവശ്യം ചത്താൽ തന്നെ ഞാൻ ഇവിടെ കിടന്ന് അലറും ഉറപ്പാ. പക്ഷെ ഞാനവിടെ സ്വിച്ച് ആക്ടിവേറ്റ് ആയില്ലല്ലോ. എനിക്ക് അവിടെ നിന്നില്ല. ഇനി അവിടെ അത് ആക്ടിവേറ്റ്. ഓ, ലേസർ തട്ടല്ലേ, ലേസർ തട്ടരുത്. തട്ടി ആദ്യം തൊട്ട് ആദ്യം തൊട്ടില്ല, വരില്ല. ഇപ്പുറത്തെത്തി. ഇനി ഇത് ആക്ടിവേറ്റ് ആവത്തില്ലെന്ന് തോന്നുന്നു. ഓ അപ്പോഴത്തെ ഓപ്പറേഷൻ ഓപ്പൺ ആവും. അതെന്തൊരു സ്ഥലം? ഓപ്പറേഷൻ അതെന്തിരി എനിക്ക് മനസ്സിലാവുള്ളൂ. ഇത് സ്ട്രൈറ്റ് കാണിക്കണം. ഇപ്പൊ ഈ ഡോർ തുറന്ന്, ഈ ഡോർ തുറക്കാനുള്ള പരിശ്രമമായിരുന്നു നമ്മള്. എന്തിന് ഈ സ്മിത്തൽ ഡോക്ടേഴ്സ് കിട്ടുന്നു. ഓ എവന്മാര് എന്നാൽ നമ്മള് എനിക്കിപ്പോ മനസ്സിലായി. എവന്മാരുടെ മുഖത്ത് നമ്മള് എന്താ പറയണ നോക്കരുത്. പക്ഷെ എനിക്ക് കണ്ടുപിടിച്ച് എന്തിനത് വെട്ടം കാണിക്കണ. എമ്മര് വെട്ടം തരണില്ല. വെട്ടം തന്നിരുന്നെങ്കിൽ പുല്ലായിരുന്നേനെ പുല്ല്. എടാ ഞാൻ നിന്നെ കടന്ന് പോയല്ലേ. പിന്നെ എമ്മാര് പൊട്ടന്മാരാന്ന് തോന്നി. ഞാൻ തിരിഞ്ഞിരിക്കുമ്പോ വേറെ ആരെയോ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. പല്ല് കിടന്ന് കാണിക്കുന്നു. പല്ലും തേക്കത്തില്ലേ, പേടിക്കുന്നത്. പല്ല് തേച്ചിട്ട് പേടിപ്പിക്കൂല. അത് ദുശീലമാ. ദുശീലങ്ങൾ ഉണ്ട് നിങ്ങൾക്ക്. ദുശീലം. അയ്യോ അമ്മച്ചി നീമാരെ എനിക്ക് കാണാൻ. എമ്മർക്ക് പ്രാന്താണ്. ഞാൻ തിരിഞ്ഞു നിന്നിട്ട് നിൽക്കുമ്പോ വേറെ ആരെയോ കെട്ടിപ്പിടിക്കാണ്. ഞാൻ എന്നേലും കെട്ടിപ്പിടിക്കണം, വേറെ ആളെ. അത് ശരിയല്ല ചേട്ടാ, ശരിയല്ല ചേട്ടാ. ഒരാളെ കെട്ടിപ്പിടിച്ചിട്ട് മറ്റൊരാളെ കെട്ടിപ്പിടിക്കുക എന്ന് പറയുമ്പോ ഒട്ടും ശരിയല്ല. ബാഡ് ഹാബിറ്റ്. പിന്നെ ബാഡ് ഹാബിറ്റ് അല്ലാതെ വെട്ടം അവന്മാര് വെട്ടം തരല്ലോ. അതാണ് പ്രശ്നം. മരത്ത് വെട്ടം തന്നാൽ എന്ത് കുഴപ്പം? ഇത്തിരി വെട്ടം അവന്മാരുടെ തലയ്ക്ക് വേണ്ടി കൂടെ കാണാൻ പറ്റൂലേ? എന്തോന്ന് എന്റെ നെഞ്ച് ഇടിക്കണം. ഒരു ഹാമർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അമ്മരൊക്കെ അടിച്ചു കൊന്നേനേട്ടോ. പോകാം ഞങ്ങൾ ചാടിപ്പോവാള്. ചാടിപ്പോവാ കുഴപ്പമില്ല. പക്ഷെ ഇവന്മാരുടെ ബോഡിയിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ചാടയാൻ ഇപ്പൊ നടന്നിങ്ങോട്ട് വരും. അതിന് അപ്പുറത്തോട്ട് കിടക്കാൻ നോക്കുമ്പോ ഇവർ എന്തിനു കാണിക്കണോ? ഞാൻ പിന്നെ ബോർഡ് ഒന്നും വായിച്ചില്ലല്ലോ. പിന്നെ ഇങ്ങനെ എക്സിറ്റ് ഡോർ ആയി. അത് ശരിയല്ല. ഞാൻ ഇപ്പോഴും ഒരു പണ്ടത്തെ ഇരിക്കുവാണ് തോന്നുന്നത്. എന്തോ ഒരു മനുഷ്യനെ ഇങ്ങനെയായിട്ട് തോപ്പിക്കാവോ ഈ ഗെയിം ഉണ്ടാക്കിയവർ? എന്തിനാണ് ഇത്രയും മെത്തോ? ഞാൻ എന്ത് ദുഷ്ടത ചെയ്തു? ഒന്നും ജയിപ്പിച്ചു വിടത്തില്ല. എന്തോ ജയിപ്പിച്ച് അങ്ങനെ വിട്ടു. എന്തുവാ എനിക്കിതൊന്ന് വിജയത്തിലോട്ട് മുന്നിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എണീറ്റ് എമ്മാരെ കടക്കണം. എനിക്ക് വേണം നമ്മളിനി കാമി പോയാലേ ഇത് ഒക്കത്തുള്ളൂ. എനിക്ക് കാമി പോണം.
എനിക്കൊന്ന് വെട്ടം തരാനല്ലോ അവന്മാര്. വെട്ടം തന്നിരുന്നെങ്കിൽ ചേട്ടാ മാറിയിരുന്നെങ്കിൽ പോകാമായിരുന്നു. എന്നെ കണ്ടില്ല. ഇവനെ കടന്നു, ഇവനെയും കടന്നു, ഇവനെ കടന്നു, അവനെ കടന്നു. എനിക്കൊന്ന് പവർ ഉണ്ട് കേട്ടാ. ലാസ്റ്റ് എനിക്ക് പവർ ഉണ്ട്. ലാസ്റ്റ് എനിക്ക് എന്തായാലും പവറും പഴവും ഒരേപോലെയാ. അതുകൊണ്ട് പവറും പഴവും തിന്നിട്ടുണ്ടെന്ന് കാര്യത്തിൽ ഉറപ്പാ. ഇപ്പഴത്തോട്ട് പോകാം. ഇവിടെ മോന്ത കാണിക്കോത്. മോന്താണ് ആരെങ്കിലും പേടിക്കുന്നതാണ്. ഒരു സർക്കിളിൽ അവിടെ നിറയെ പൂക്കൂറ്റി കുത്തിക്കയറ്റി വെച്ച പോലെ ഉണ്ട്. ഓടിപ്പിക്ക് കുറയ്ക്കല്ലോ. നമ്മളെന്നാലും പേടിക്കാൻ വേണം. ഞാൻ പേടിക്കണില്ല. എനിക്കൊന്ന് ജയിച്ചു പോകണമായിരുന്നു. ഇതെനിക്ക് നടക്കില്ല. എനിക്ക് കളിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്കിത് കാണാൻ പറ്റുന്നില്ല. കറക്റ്റ് വെട്ടല്ല തരണം. വെട്ടമൊന്നും മങ്ങാട്ടൊന്നും തരില്ല. പിന്നെ എങ്ങനെ ഒരു മെഷ പോകും. ഞാൻ അപ്പുറത്തെ ചാടി. പിന്നെ സ്ക്രീനിൽ നോക്കിയാണ് ഈ ശരിയാണോ. ഞാൻ അപ്പുറത്തോട്ട് ചാടിപ്പോയി. പക്ഷെ ഞാൻ മുഖം കാണിക്കുന്നത് സ്ക്രീനിൽ കാണിക്കണം. മറ്റുള്ളവരെ പേടിപ്പിക്കാനെങ്കിലും മര്യാദക്ക് പേടിപ്പീരി. എന്തുവായി ഡിസിപ്ലിൻ ഇല്ല. പറഞ്ഞ എനിക്കിന് ഡിസിപ്ലിൻ ഇല്ല. ഫോണൊക്കെയാണ് ഒരു കുഞ്ഞുവാവൻ ഞൊണ്ടി ഞൊണ്ടി നടക്കണ പോലെ. ഇവൻ ഈ പോക്കത്തരൊക്കെ എന്നൊക്കെ കാണുന്നത്. നടക്കാം. ഈ വെട്ടവും കാണിച്ചു. വെട്ടം കാണിച്ച് വെട്ടം വേണം. എനിക്ക് വെട്ടം വേണം. എനിക്ക് വെട്ടം വേണം. വെട്ടം ഇല്ലാതെ ഇത് ഫിനിഷ് ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ. ഈ ആണ് എനിക്കൊന്ന് ഇടിച്ചു കൊല്ലാൻ തോന്നണം. ഇത് ഗെയിമിലാണ്. ഞാനാണെങ്കിൽ എപ്പോഴും ഇടിച്ച് തരിപ്പടാക്കി ഇട്ടാണ്. എനിക്ക് ദേഷ്യമാണ്. കാണിക്കണം എൻ്റെ അടുത്ത്. നിന്നണ്ട, നമുക്ക് ഒളിച്ചുകൊണ്ട് കളിക്കാം. നീ എണ്ണിക്കോ, ഞാൻ പോയി ഒളിക്കാം. അപ്പൊ ഞാൻ മോൻ കാണിക്കില്ലെന്ന്. എങ്ങനെയുണ്ടാ എന്റെ പ്ലാൻ? എവിടെ സൂക്ഷിക്കണം. ഈശോവിന് നമുക്ക് അവിടെ തന്നെ പ്രത്യേക പ്ലാൻ യൂസ് ചെയ്യാം. എന്നിട്ട് പയ്യെ പോവാ. അവിടെ കുറച്ചു നേരം ആണ് നമുക്ക് നിൽക്കാം. എനിക്ക് വെട്ടമില്ല. അതാണ് ഇനി കളിക്കാനായിട്ട് പറ്റാതെ. എടാ മോനെ, വേറൊരു തെണ്ടി കൂടെ ഉണ്ടായിരുന്നല്ലേ. ഇവിടെ പോയി. മോൻ കാണിക്കല്ലേ, മോൻ കാണിക്കല്ലേ, മോൻ കാണിക്കല്ലേ. വേറെ തെണ്ടികളല്ലേ, കുറെ തെണ്ടികളുണ്ട്. മണ്ണന്മാരാണ് കേട്ടെ, കുറെ മണ്ണന്മാരുണ്ട്. ഇന്ന് എനിക്ക് വെട്ടം കാണും. ഇനി വഴിയോളൂ ചാടവ. മോൻ കാണിക്കണ കുത്തിക്കുത്താന വരുമ്പോ കൈ കുത്ത് കണിക്കുത്ത്. എനിക്ക് പാടാവണം. ഇനി കുത്തെന്നൊക്കെ പാടണം ഞാൻ. എന്താ എനിക്ക് വിട്ട് പിടിച്ചു തോന്നുന്നു. താന വരുമ്പോ കൈ കുത്ത് കഴിയുമ്പോ എന്നുള്ള എല്ലാ ദേശവും പുറത്തോട്ട് പോട്ടെ. ഇപ്പോട്ടെ. അമ്മച്ചി 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 എന്റെ കൈപ്പേര്. എന്റെ കൈ ചൊറിഞ്ഞു വരണുണ്ട്. എന്റെ കൈ ചൊറിയുന്നല്ലേ ഇറങ്ങും. ഓക്കെ, അപ്പൊ ഇതും കൂടെ ട്രൈ ചെയ്യുന്നുണ്ട് ഞാൻ. ഇവിടെ കുടുങ്ങിപ്പോയി. കുടുങ്ങണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം. എന്നെ കൊണ്ടിത് പറ്റുമെന്ന് തോന്നണില്ല. ഈ ഷാർട്ട് നടപ്പിച്ച് എന്റെ കൈ ഒടുങ്ങി. അപ്പൊ നമുക്ക് ഇതിന്റെ പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിലാവാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോയിൽ ഷുവറായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ കൂടെ പ്രസ് ചെയ്യുക. അത് ഞാൻ പറയുന്ന ഡയലോഗാണ്. ബൈ.